ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടുണ്ട് ഗുണം. അതാണ് രണ്ടുണ്ട് ഗുണം. അത് പറയണ്ട, അവർക്ക് അറിയാതെ. അപ്പം തിന്നാ പോരെ, കുഴിയണ്ട. വേണ്ട വേണ്ട, എനിക്ക് തരത്തില്ല. നമസ്കാരം, എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമുക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല, കാസർഗോഡായിരുന്നു. കിഷോറായിട്ട് അമ്പട തിരക്കായിരുന്നു പ്രോഗ്രാമൊക്കെ ആയിട്ട്. പിന്നെ അതുമല്ല, അമ്മയെ കിട്ടണ്ടേ, ആശ്രയം അമ്മയാണ്. അമ്മയില്ലാതെ ഞങ്ങൾക്കില്ല ആശ്രയം, മരുന്നേ. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രേക്ക്, കുറച്ച് ദിവസം ബ്രേക്ക് കിട്ടുമ്പോഴത്തേക്ക് ഓടി വരുന്നത് ഭക്ഷണം കഴിക്കാനാട്ടോ. ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടുണ്ട് ഗുണം. അതാണ് രണ്ടുണ്ട് ഗുണം. അത് പറയണ്ട, അവർക്ക് അറിയാതെ. നമ്മളിവിടെയാണ് അമ്മയെ കണ്ടു എന്താണെന്നുള്ളത് അവർക്കറിയാം. പിന്നെ നമ്മളായിട്ട് പറയേണ്ട കൊടുക്കേണ്ട കാര്യമുണ്ട്. അതല്ല, ഇപ്പം അതിലേറെ വേറൊരു രസം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഞങ്ങൾ ഇന്ന് ചോദിച്ചു, എന്തോ അമ്മ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഓ, നിങ്ങൾ വരുന്നല്ലേ, എന്നാ പിന്നെ ഒരു അവിയൽ വെക്കാം. അല്ലെങ്കിൽ വേണ്ട, അവിയൽ വെക്കണ്ട, നമുക്കൊരു സ്പെഷ്യല് മാങ്ങ, പച്ച മാങ്ങ പച്ചടി. അവിടെ നിൽക്കിട്ട് ഞങ്ങള് ക്യാമറ ആയിട്ട് റൗഫും ആദർശം ഒക്കെ വേറെ പ്രത്യേകതയുണ്ട്. നാട്ടുമാവിലെ മാങ്ങയാണ് പച്ചമാങ്ങ. പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. അതുകൊണ്ടാണ് നമ്മളിന്ന് പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ കുറേ ദിവസം, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വൃശ്ചിക മാസമാണ്, മണ്ഡല മാസമാണ്. അപ്പം നല്ല അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. എന്നിട്ട് ഇത്രയും നല്ല സുന്ദരിയായ അമ്മ സ്കിന്നിനെ കാത്തു സൂക്ഷിക്കുന്നതിന് ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ അതിനു മുമ്പ് ഈ പ്രോഡക്റ്റിന്റെ, ഈ ബ്രാൻഡിന്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ പ്രോഡക്റ്റ് വളരെ സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ആ പ്രോഡക്റ്റിന്റെ വിശേഷം ഒന്നറിയണ്ടേ? ഇതാണ് ഞാൻ പറഞ്ഞ ആ വിൽവയുടെ മിൽക്ക് ബോഡി ലോഷൻ. നമ്മൾ ഒരു സിറം ചെയ്തിരുന്നു. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു വൃശ്ചികമാസം തണുപ്പ് കാലത്ത് ഇതൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ കൂടിയാണ്. ഇത് ഓട്സ് മിൽക്ക് ഉണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് സെറമൈഡ് ഉണ്ട്, ഒലീവ്സ് ക്വലൈവ്സ് ഉണ്ട്. ഞാനിത് ഇടയ്ക്കൊന്ന് യൂസ് ചെയ്തിരുന്നു. ഇതിപ്പോ പുതിയതായിട്ട് വന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാണ്ടല്ലോ, വളരെ ലൈറ്റ് ആണ്. ഇതുണ്ടോ, ഇതെടുത്തു, ഫാസ്റ്റ് അബ്സോർബിംഗ് ആണ്, ഭയങ്കരമായ പാട് വരില്ല, വെള്ളപ്പാണ്ട് പോലെ വരില്ല. ഇതെല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ, ഏത് സ്കിൻ ടൈപ്പിനും പറ്റും. ഇത് വളരെ ഈസി അബ്സോർബിംഗ് ആണ്. നോക്കി, ഓക്കെ, എല്ലാരും ഇടും. നല്ല ഫ്രേഗ്രൻസ് ആട്ടോ, നല്ല മണമാണ് അല്ലേ? നല്ല മണമുണ്ട്. ഇത് നോൺ സ്റ്റിക്കി ആണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടൊന്നും ഇരിക്കുന്നില്ല, ഭയങ്കര ലൈറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ആയി. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രൊമോഷൻ വീഡിയോയ്ക്ക് വെറുതെ നമ്മൾ പറയും, പക്ഷെ ആരും മേടിക്കാറില്ല. എന്നിട്ട് പലപ്പോഴും പല സ്ഥലത്തും ചെല്ലുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ട് കേട്ടോ, ആണോ അത് സത്യമാണോ? ഞാൻ പറഞ്ഞ സത്യമാണോ, നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ചാലല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കൂ. ദേവി 20 എന്ന് പറഞ്ഞ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, അതിന്റെ ലിങ്ക് എല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. അത് വെച്ചാൽ നിങ്ങൾക്ക് 20% ഓഫറും ഉണ്ട്. അപ്പൊ എന്തായാലും മസ്റ്റ് ട്രൈ ഈ വിന്ററിൽ വിൽവയുടെ മിൽക്ക് ബോഡി ലോഷൻ. പിന്നെ നമുക്ക് പച്ചമാങ്ങ പച്ചടിയിലോട്ട് കടന്നാലോ? ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങളെ അമ്മ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ഭക്ഷണം പരീക്ഷിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്ന പരീക്ഷണം, ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരീക്ഷണശാലകളാണ് ഞങ്ങളുടെ ദേഹം. അതാണ് ഇത്. പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ, നല്ല സ്മെല്ലുമാണ്. അപ്പൊ നമുക്ക് എന്തായാലും പച്ചമാങ്ങ പച്ചടിയിലോട്ട് പോകാം. ചന്ദ്രികാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഒരു കാര്യമുണ്ട്, നല്ല മുണ്ട് കേട്ടോ. പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ആരും എന്നെ അതൊന്നും അപ്രീഷിയേറ്റ് ചെയ്തില്ലല്ലോ. ഇതിപ്പോ ഞാൻ പിന്നെ അപ്രീഷിയേറ്റ് അല്ലാതെ പിന്നെ ഇപ്പൊ നേരത്തെ അത് നേരത്തെ ചെയ്യണമായിരുന്നു. ഇത് ട്രെൻഡാണ് മുണ്ട്. ഇത് ഇത് ട്രെൻഡാണ്. ഇത് കാവിയുണ്ട്. ഈ കാവിക്ക് നല്ല രസം, താഴെ മാത്രം ഇങ്ങനെ. അത് ഒരെണ്ണം ഓർഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ഇങ്ങോട്ട് പോവാം. അമ്മയുടെ സാരി നല്ല സാരിയാണ് കേട്ടോ. അമ്മ സെറ്റ് മുണ്ടിൽ നിന്ന് വ്യത്യസ്തമായി കളർഫുൾ ആയിട്ട് സാരി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ പ്രത്യേകം ഇനി അമ്മയുടെ സാരിക്ക് നല്ലൊരു കമന്റ്സ് കിട്ടാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. എനിക്കൊരാള് ഗിഫ്റ്റ് തന്ന സാരിയാ.
അങ്ങനെ വരട്ടെ. ഓസാണ്. ഇനി അടുത്ത്. അപ്പൊ എന്തായാലും നമ്മള് പച്ചമാങ്ങ സീസൺ അല്ലെങ്കിൽ പോലും നാട്ടുമാങ്ങ അമ്മ ഒരെണ്ണം സംഘടിപ്പിച്ച് ഇവിടെ അരിഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട്. പച്ചമാങ്ങ ഇപ്പൊ ഉണ്ട് കേട്ടോ. ഉണ്ടോ? പച്ചമാങ്ങ കിട്ടാനുണ്ട്. ഏത് നാട്ടിലെയാ? ഏത് നാട്ടില്? ഏത് നാട്ടിലെ മാങ്ങ ഇത്? താൻ നാട്ടുമാങ്ങ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലോ. നമ്മുടെ നാട് നാടൻ മാങ്ങ കളമശ്ശേരിന്ന് മേടിച്ച് അതായത് അവര് കടയിൽ നിന്ന് മേടിച്ചതാന്നറിയാം, അല്ലാതെ ഏത് മാവേന്നാന്നൊന്നും വിശ്വസിക്കൂ. അപ്പം തിന്നാ പോരെ കൊഴിയെണ്ണ. ആഫ്രിക്കയിൽ മാങ്ങയില്ല. ഇല്ല, ആഫ്രിക്കൻ മാംഗോ ഇല്ല. നമുക്കിത് തുടങ്ങാം. കുഴിയെണ്ണണോ? അല്ല, ഈ മാങ്ങ 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ അരിഞ്ഞു വെച്ചു. ഇതുപോലെ അരിഞ്ഞെടുക്കണം. മാങ്ങാക്കറിക്കൊക്കെ ഇതാണോ മറ്റേ അമ്മ എല്ലായിടത്തും തിന്നും. മണത്ത് നോക്കണേ. അപ്പൊ ചെറുതായിട്ട് നമ്മള് മാങ്ങാക്കറിക്ക് അച്ചാറിനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞു വയ്ക്കണം. മറ്റേ താലപ്പൊലി പോലെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതില് ഇഞ്ചി ചതച്ചത് കേട്ടോ, ഇഞ്ചി വേണം. കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കടുക്, 2 വറ്റൽമുളക്, ഉപ്പ്, കരിവേപ്പില, കുറച്ച് പച്ചമുളക്. ഒരു പച്ചമുളക് മതി, ഒരു വലിയ പച്ചമുളക് അരിഞ്ഞെടുത്തതാ നീളത്തിലുള്ള. ഇത്രയും. പിന്നെ വെളിച്ചെണ്ണ ഇട്ടാണ് ആദ്യം എടുക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങാപ്പാല് ലാസ്റ്റ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചെടുക്കണം. ഇതൊക്കെ എങ്ങനെയാന്നറിയാൻ മേല, ഞാനുണ്ടാക്കി. സ്പെഷ്യൽ പരീക്ഷണമാണ്. പച്ചടി എന്ന് പറഞ്ഞ സാധാരണ പച്ചടിക്ക് ഇത് കടുക് അരയ്ക്കാതെ ഇനി ചീറ്റി പോവുകയാണെങ്കിൽ തന്നെ ചിലപ്പോ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നാവാനും സാധ്യതയുണ്ട്. ചില ആൾക്കാർ ചീറ്റി പോയാലും നല്ലതാണ്. അങ്ങനെ പറയാൻ പാടില്ല. മുൻകൂർ ജാമ്യം. ഇതിപ്പം ഞാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ തേങ്ങാപ്പാലൊക്കെ ഞാൻ നേരത്തെ എടുത്തു വെച്ചു. ഇവര് വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്നാ ഇത് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഞങ്ങളാണ് പറഞ്ഞത് ഉണ്ടാക്കല്ലേ, അതാണ് ശരിക്കും. അല്ലാതെ ഇവര് വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എടുത്തു വെച്ചെന്നുള്ളതല്ല, എടുത്തു വച്ചപ്പോ ഞങ്ങൾ വന്നു. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഒരു മാങ്ങ വേണ്ട, നമുക്ക് അടുപ്പ് കത്തിക്കാം. ചീനച്ചട്ടി ഇപ്പൊ എണ്ണ കടുക് വറുത്തതാ, രാവിലെ ചമ്മന്തിക്ക് കടുക് വറുത്തതിന്റെ, അതുകൊണ്ട് പിന്നെ കഴുകില്ല. വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടു, 2 വറ്റൽമുളക് ഇട്ടു, ഇഞ്ചി ചതച്ച ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച്. ഇഞ്ചി നല്ല ഇടാ, നല്ലോണം. പിന്നെ ചെറിയ ഉള്ളി ഇട്ടു. അപ്പം കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും 2 വറ്റൽമുളക് ഇട്ടു, ചതച്ചു വെച്ച ഇഞ്ചി ഇട്ടു, ചെറിയ ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു. മധുരമുള്ള കറിയുടെ പേരെന്തുവാ? അതും പച്ചടി തന്നെ. അത് പഴുത്ത മാങ്ങ, പഴുത്തത്. ഇത് പച്ചയാ, മധുര ഇടണ്ട ഇതിനകത്ത്. ഇത് വേറൊരു ടൈപ്പാ കറി. മധുരമില്ല, മധുരമില്ലാത്ത മറ്റേ മധുരമുള്ളത് പച്ചടി. പിന്നെ കരിവേപ്പില ഇട്ടു, ഇളക്കണം. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഈ ഇതിന്റെ കൂടെ ഈ പച്ചമാങ്ങ അങ്ങോട്ട് ഇടണം. പച്ചമാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പിടണം. ഇത് ഡ്രൈ വേർഷൻ ആണോ ഗ്രേവി വേർഷൻ ആണോ? തേങ്ങാപ്പാൽ ഒഴിക്കും. പാകത്തിന് ഉപ്പ് കേട്ടോ, ഉപ്പ് കുറച്ച് മതി, ഇവിടെ ഉപ്പ് കുറവല്ലേ. സ്വല്പം വെള്ളം ചേർക്കാം. ഇതിന്റെ വെള്ളം ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കണം, വേഗണം. ഒന്ന് മുങ്ങാൻ പാകത്തിന് വെള്ളം ചേർത്ത്. നല്ല മണം വരുന്നില്ലേ? വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു വെക്കാതെ മൂടി വെക്കാം, വേവിക്കാൻ. ഒരു 5 മിനിറ്റ് വെന്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതെന്തായാലും നോക്കണം കേട്ടോ, ആകെ 5 മിനിറ്റത്തെ പരിപാടിയുള്ളൂ. ഇനി കറി ഉണ്ടാക്കാൻ പാടാന്ന് പറയുന്ന ഒരു ശ്രദ്ധയ്ക്ക് ഇത് എന്തിന്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റും? നമുക്ക് ചോറിന്റെ കൂടെ കൂട്ടാൻ. ചോറിന്റെ കൂടെ ബെസ്റ്റ്. നോക്കിക്കോ, കൂട്ടി നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. കൈകൊള്ളൂലേ? ഇതെല്ലാം ഒഴിക്കണ്ടേ? കൂട്ടി നോക്കിക്കോ, ബെസ്റ്റാണ്. അല്ല, അത് വെന്തോന്ന് ഇങ്ങനെ നോക്കിയതാ, വെന്തോന്ന് നോക്കിയതാ. വേറെ പൊടിയൊന്നും ഇടണ്ട, മഞ്ഞപ്പൊടി ഒന്നും ഇടണ്ട, നാച്ചുറൽ ആണ്.
മഞ്ഞപ്പൊടി നാച്ചുറൽ അല്ലല്ലോ, കിട്ടുന്ന മഞ്ഞപ്പൊടി എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതെ, മഞ്ഞപ്പൊടി ഇവിടെ നാച്ചുറൽ ഉള്ള പൊടിയായിരിക്കുന്നത്. മഞ്ഞൾ പൊടിച്ച് ഒരാള് വീട്ടിൽ പൊടിച്ചു തന്നതാ. എല്ലാം നാച്ചുറലായിട്ട് ഒരു കുഴപ്പമില്ല. മഞ്ഞപ്പൊടി ഇടണ്ട, വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ശകലം ഇടാം, നമ്മുടെ ഇഷ്ടം പോലെ. തേങ്ങാപ്പാൽ ഒഴിക്കുന്നോണ്ടേ, തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോ മണക്കല്ലേ കറി ആവാറായി, മണക്കാൻ പാടില്ല. റോങ് ടൈമിൽ നമുക്ക് സ്മെല്ല്. ഞാൻ മാങ്ങയല്ലേ പാവം, ഒരു മാങ്ങ. ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും എടുക്കണ്ട, ഒറ്റപ്പാലും മതി. ഒറ്റപ്പാലും മതി. ഇത് വെന്തിട്ടുണ്ട്, നോക്കട്ടെ, ഇളക്കി നോക്കാം. വെന്തു ഉണ്ടോ? അതേ നല്ലോണം അടയുന്നുണ്ട്. മാങ്ങയ്ക്ക് അധികം വേവ് വേണ്ടല്ലോ, ഒന്ന് ചൂടായി എടുത്ത് അടച്ചു വെച്ച് ചൂടായി. ഇപ്പൊ ഇനി ഇത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഒരു അരമുറി തേങ്ങയുടെ കുറച്ച് പാല് മതി. ഇത് ഒഴിച്ചു. കൊള്ളാട്ടോ അമ്മേ, രസമുണ്ട്. കാഴ്ചക്ക് രസമുണ്ട്, കഴിച്ചു നോക്കാൻ. പച്ചമാങ്ങ പുളിശ്ശേരി. തൈരല്ലേ ഒഴിക്കുന്നത്? ഇത് പുളിയില്ല, പുളി ഒഴിച്ചിട്ടേ ഇല്ല. മാങ്ങയുടെ പുളി മാത്രമേ ഉള്ളൂ. മാങ്ങയുടെ പുളി മാത്രമേ ഉള്ളൂ. നാച്ചുറൽ പുളി. പച്ചമാങ്ങ പച്ചടി. ഇനി അതുകൊണ്ട് തിളക്കൊന്നും വേണ്ടല്ലോ. വേണ്ട, അല്ല, ഒന്ന് തിളച്ചോട്ടെ, ഒന്ന് തിളച്ചോട്ടെ. ഇത്രേ ഉള്ളൂ കറി കേട്ടോ. ഇത് ഒഴിച്ചുകൂട്ടാനായിട്ടും കഴിക്കാം. ഒഴിച്ചുകൂട്ടാനായിട്ട് ഇപ്പൊ ഒന്നും ഇല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ. ഒരു തേങ്ങ ഉണ്ട്, മാങ്ങ ഉണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. തേങ്ങാപ്പാൽ എടുക്കുന്ന മെനക്കെട്ട പണിയേ ഉള്ളൂ, ബാക്കിയെല്ലാം എളുപ്പമായി. 5 മിനിറ്റിൽ കറി റെഡി. എളുപ്പമുള്ളത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എളുപ്പമുള്ളത് ആവശ്യമില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ വേണ്ടത്. അടുക്കളയിൽ എങ്ങനെ കേറാതിരിക്കാന്നുള്ള, അപ്പൊ ഏറ്റവും കുറച്ച് സമയം ചെലവഴിക്കുന്ന കറികൾ മാത്രം മതി നമുക്ക്. അത് നമ്മൾ തിളച്ചിട്ടുണ്ട്. ഓഫ് ചെയ്യാം, എത്രയേ ഉള്ളൂ. നമുക്ക് ഇത് വേറെ പാത്രത്തിലോട്ടാക്കിയിട്ട് ചോറിന്റെ കൂടെ നമുക്ക് ചോറ് കഴിക്കുമ്പോ കൂടെ കഴിക്കാം. പിന്നെ നോക്കണം. പച്ചമാങ്ങ പച്ചടി പക്ഷെ വെള്ള കളറിലാണ് കിട്ടുന്നത്. ഇവിടെ ഇത് തൈര് ഒഴിച്ചാണേലും ഉണ്ടാക്കാൻ വേണം. എങ്ങനെ തൈര് ഒഴിച്ച പുളിയായില്ലേ? പുളിയായി. ഉപ്പ് മതിയോ? ഉപ്പ് മതിയോ? എരിവൊക്കെ മതിയോ? അല്ല, അമ്മയ്ക്ക് അമ്മയുടെ ഒരു അമ്മ ഇത്ര നേരം ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അമ്മയുടെ എക്സ്പ്രഷൻ കാണിച്ചത് വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. അപ്പൊ ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് വന്നിട്ടേ, പച്ചമാങ്ങ ഇതാണ് സംഭവം, ഇതാ നമ്മള് എത്രയോ ഉണ്ടാക്കിയിരിക്കണു. അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. പുളിയുണ്ട്, നല്ല പുളിയുള്ള മാങ്ങയാ. മാങ്ങ പുളിയുള്ള. ഇത് വെച്ച് വേണേ പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കാം, എങ്ങനെ വേണേലും ഉണ്ടാക്കി നോക്കാം. ഇപ്പൊ ധൈര്യമായി കേട്ടോ. ഇനിയിപ്പോ എന്തുകൊണ്ടല്ലേ ആയിക്കോളാനാണ്. എങ്ങനെയൊക്കെ മറ്റേതൊന്നും മിണ്ടിയിട്ടില്ല ഇതുവരെ. പരീക്ഷണം വിജയാഘോഷമായി. എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും തോമസ് ആൽവ എഡിസണും മാഡം മേരി ക്യൂരിയൊക്കെ കണ്ടുപിടിച്ചത്. പിന്നെ നമ്മളിത് അവസാനം വരെ നമുക്ക് അറിയാൻ പറ്റുമോ വിജയിക്ക്? ഈ മാങ്ങയ്ക്ക് പുളിയുണ്ടോന്ന് എങ്ങനെ അറിയും? നമ്മൾ മേടിക്കുമ്പോൾ കടിച്ചു നോക്കാൻ പറ്റുമോ? അല്ല, അതല്ല, പച്ചമാങ്ങയ്ക്ക് എത്രയാണേലും പുളി. മൂവാണ്ടന് മാത്രമേ പുളി കുറവുള്ളൂ, ബാക്കി ഏത് നാടൻ മാങ്ങയ്ക്കൊക്കെ പുളി. പുളിയും മധുരം കൂടെ മിക്സ് ആയിട്ടുള്ള മാങ്ങയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ചെനച്ച മാങ്ങ, രണ്ടാം ചപ്പി, ഇതൊക്കെ നല്ലതായിരിക്കും. ഇച്ചിരി കുറുകി ഇരുന്നപ്പോ അത് വവ്വാലാടും. അസുഖം പിന്നെ വവ്വാലി ചപ്പിയല്ല, പായസം മോഡിൽ വന്നു, കുറുകി വരുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്തു നോക്കി. ഇനി നിങ്ങൾക്ക് വേറെ വല്ല വ്യത്യസ്തമായ പച്ചടികൾ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു, ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു പരസ്പര ബാർട്ടർ സിസ്റ്റം പോലെ, നമ്മൾ ഒരെണ്ണം പറയും, നിങ്ങളൊരു 5 എണ്ണം പറയും, നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. ഇത് പെട്ടെന്നാവും. അപ്പൊ അതുകൊണ്ട് എന്തായാലും മസ്റ്റ് ട്രൈ. ഞങ്ങൾ ഇന്ന് ഊണ് കഴിക്കാൻ പോവാണ്. ഊണിന്റെ കൂടെ ഇത് കഴിക്കുന്നതായിരിക്കും. അതെ, ഇന്ന് ഊണിന് എന്തുവാ കറി? ഊണിന് മത്തങ്ങ വറുത്തരച്ചതുണ്ട്, വറുത്തരച്ചത്, കായം, പിണ്ടി, അത് മത്തങ്ങ ഇത് അടയുണ്ടാക്കും. ഇത് വാഴപ്പിണ്ടി തോരൻ. വാഴപ്പിണ്ടി തോരൻ ഉണ്ട്, ചേനയും കായും കൂടെ മെഴുക്ക് വരട്ടിയുണ്ട്, പുളിശ്ശേരി ഉണ്ട്, പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ മാങ്ങാക്കറി ഉണ്ട്, മാങ്ങാപ്പച്ചടി ഉണ്ട്. അപ്പൊ ഈ പച്ചമാങ്ങ കൊണ്ട് നമ്മൾ ഈ പച്ചമാങ്ങ പച്ചടിയിൽ എത്തിയിരിക്കുകയാണ്.
മസ്റ്റ് ട്രൈ. ചോറിന്റെ കൂടെ അടിപൊളിയായിരിക്കും. ട്രൈ ചെയ്തിട്ട് ഞങ്ങളോട് കമന്റിൽ പറയണം. ഓക്കെ, ഇനിയും മറ്റു രുചിയേറിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. Until then, bye bye.